ഡോക്ടർ DMRലേക്ക് സ്വാഗതം. മനസ്സിനെയും നാടിനെയും ഒരേപോലെ കുലുക്കിയ ഒരു കാര്യമായിരുന്നു പൂരത്തിന്റെ ഒരു വലിയ ദുരന്തമായിട്ടുള്ള ഒരു കാര്യം. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ കാരണം കൊണ്ട് നേരിട്ട് കണ്ട അനുഭവവും ഒരുപാട് സങ്കടമുണ്ട്. അവർക്കെല്ലാവർക്കും എന്റെ അനുശോചന സങ്കടം പങ്കുവയ്ക്കുന്നു. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചായിരുന്നു. അപ്പം ഈ കാൻഡിൽ സ്റ്റിക്സിന് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ഈ പാറ്റേൺസ് നിങ്ങൾ എന്താണെന്നുള്ളത് ഓരോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പാറ്റേൺസ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ നോക്കാം. കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ മാക്സിമം വീഡിയോസ് പ്രിപ്പയർ ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണാം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് കാൻഡിൽ സ്റ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേജർ ആയിട്ടുള്ള 4 പവർഫുൾ ആയിട്ടുള്ള പാറ്റേൺസ്. ഈ പാറ്റേൺസ് എന്തിനാണ് നിങ്ങൾ അത് അറിയുന്നത് എന്നുള്ളത് നമുക്കത് പറഞ്ഞു ഓരോന്നായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ പറയുന്ന ഡോജിയും ഹാമറും ഷൂട്ടിംഗ് സ്റ്റാറും എൻഗൾഫിംഗ് പാറ്റേൺസ് ആയിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് തീരെ അറിവില്ലാത്ത ആൾക്കാർക്കും കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് കുറച്ചും കൂടെ അറിവ് കൂടാനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇത് കാണുക. അല്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോവാം, കുഴപ്പമില്ല. അപ്പം ഇതിന്റെ ബേസിക് യൂസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് നിങ്ങൾക്ക് റിവേഴ്സൽ പാറ്റേൺസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സൽ പാറ്റേൺസിൽ കുറച്ചും കൂടെ കൂടുതൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാനാണ് ആക്ച്വലി ഈ പറയുന്ന കുറച്ച് കാൻഡിൽ സ്റ്റിക്സിന്റെ പാറ്റേൺസ് അറിഞ്ഞു വെക്കുക എന്നുള്ളത് പറയുന്നത്. അതിലൊരു കഥ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും ആ കാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രെൻഡിന്റെ റിവേഴ്സൽസ് എങ്ങനെയാണ് ട്രെൻഡുകൾ മാറുന്നത് എന്നുള്ളതിന്റെ റിവേഴ്സൽ പാറ്റേൺസ് നിങ്ങൾക്ക് കുറച്ചത് അറിയാൻ പറ്റും. ഞാൻ വിത്ത് ഫിഗേഴ്സ് കാര്യങ്ങൾ ഞാൻ ഓരോന്നേ കാണിച്ചു തരാം. നിങ്ങളുടെ എൻട്രി കുറച്ചും കൂടെ ബെറ്റർ ആകാൻ. ഇപ്പം ക്യാൻഡിൽ റിവേഴ്സ് ചെയ്ത് മേളിലേക്ക് കുറച്ച് പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ ക്യാൻഡിൽ കുറച്ച് മേളിലേക്ക് എത്തി, ഇനി ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാം എന്നും പറഞ്ഞ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴായിരിക്കും ക്യാൻഡിൽ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും കയറിയ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിങ്ങൾ കയറിയത് നിങ്ങൾ വാങ്ങിച്ച F&O എന്ന് പറയുന്നതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 130 രൂപയാണെങ്കിൽ ഇത് 120 നിന്ന് 130 കണ്ടിട്ടാണ് നിങ്ങൾ 130 രൂപ വാങ്ങിക്കുന്നത്. അത് 140 ആകും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ 130 എത്തിയിട്ട് തിരിച്ചത് 108 109 വരുമ്പോൾ വലിയൊരു നഷ്ടം കാണുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നിങ്ങൾ ഇറങ്ങും. വലിയൊരു നഷ്ടവും അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻട്രി കൃത്യമായി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്കിത് സപ്പോർട്ടും റെസിസ്റ്റൻസ് ലൈൻസുകൾ ഞാൻ നേരത്തെ വരയ്ക്കാനുള്ളത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. അപ്പം ആ വീഡിയോന്റെ അനുസരിച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസ് ലൈൻസും വെച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ആദ്യം തന്നെ നമുക്ക് നേരെ സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഡോജി എന്ന് പറയുന്നത് ബേസിക്കലി കാൻഡിലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡോജി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരേ രീതി തന്നെ ഇരിക്കും. ഞാൻ കാൻഡിലിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ടോപ്പും ബോട്ടവും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ അകത്ത് ഒരു അപ്പിയറൻസ് കിട്ടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ഒരു കുറച്ചും കൂടെ ഒരു പോസിബിൾ റിവേഴ്സൽ ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണ് നമുക്ക് എന്നുള്ളത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ കാണുന്ന ഒരു ഡോജി പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡോജി പാറ്റേണിന്റെ അകത്ത് നിങ്ങൾക്ക് കഥ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിനകത്ത് ബയേഴ്സ് ഒരുപാട് ബൈ ചെയ്യാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തി, അതുപോലെ തന്നെ സെല്ലേഴ്സും ഇവിടെ സെല്ല് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ ഇതിന്റെ രണ്ടും ഒരേപോലെ എന്ന് വെച്ചാൽ മേളിൽ 10 ആൾക്കാർ വിറ്റിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെയും ഇതുപോലെ തന്നെ 10 ആൾക്കാർ വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പം ഈ 10 ആൾക്കാർ മേളിലും താഴെയും വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ നെറ്റ് പൊസിഷൻ, നിങ്ങൾ ഈ കാണുന്ന ഒരു നെറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നനങ്ങാതെ തന്നെ നിൽക്കും. അപ്പൊ ഈ പൊസിഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതലും ആരാണ് അതിൽ ഫെയർ ആയിട്ട് എത്തിയിട്ടുള്ളത്, നിങ്ങൾ ആരാണ് അതിൻ്റെ അത് കൂടുതൽ എത്തിയിട്ടുള്ളത്. അവസാനം ക്യാൻഡിൽ ഇപ്പം 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 മിനിറ്റിനകത്ത് ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് അവസാനമാണെങ്കിൽ അത് ഗ്രീനിലാണ് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ബുള്ളിഷ് ഡോജി ആയിട്ട് നിങ്ങൾ കാണുക. ബുള്ളിഷ് ഡോജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കാണുന്ന ഗ്രീൻ കളറിലാണ് ഈ ക്യാൻഡിൽ നിൽക്കുന്നത്. മേളിലും താഴെയും കാണുന്ന വിക്ക്, ഈ കാണുന്ന വിക്കുകൾ നിങ്ങൾ കാണുന്നത് മേളിലും താഴെയും ഒരേ രീതിയിൽ എത്തിയിട്ട് അവിടെ നിങ്ങൾക്ക് ഗ്രീനിലാണ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ബുള്ളിഷ് റിവേഴ്സൽ ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇത് ബുള്ളിഷ് ആയിട്ട് വന്നുകൊണ്ടിരുന്നിട്ട് ഉടനെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും ഈ പറഞ്ഞാൽ അത് ബെയറിഷ് ഡോജിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയും ഇതുപോലെ തന്നെയാണ്. ബയേഴ്സ് വാങ്ങിക്കാൻ നോക്കുന്നു, ഇവിടെ സെല്ലേഴ്സ് അത് വിൽക്കാൻ നോക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന
റെഡിലാണ് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മാർക്കറ്റ് ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് മേളിലേക്ക് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം ഇവിടെ വെച്ച് ഒരു ബെയറിഷ് ഡോജ് കാണിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം മാർക്കറ്റ് തിരിച്ച് താഴേക്ക് പോകാനുള്ള ഒരു ഇതാണ്. അപ്പൊ നിങ്ങളുടെ എൻട്രി ആക്ച്വലി ഇവിടെ വെച്ച് നടത്തിയാൽ മതി. ഇതിന്റെ പ്രൈം എക്സാമ്പിൾസ് ഞാൻ കുറച്ച് ഫോട്ടോസിൽ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ കണ്ടാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഇതിനകത്ത് മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോഴേക്കും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണുന്ന ഈ മാർക്കറ്റിന്റെ ഈ പൊസിഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ നിങ്ങൾക്ക് ഈ പോയിന്റർ വെച്ച് തന്നെ കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് അത്യാവശ്യം ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വന്ന് താഴേക്ക് പോകുന്നു, വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഈ സൈഡ് വേയിലുള്ള മാർക്കറ്റ് എത്തിയതിനു ശേഷം ഇവിടെ ഒരു ചെറിയൊരു ഡോജ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഹയർ സൈഡിലാണ് ഈ വിക്ക് ഉള്ളത്, താഴത്തെ സൈഡിലെ വിക്ക് കുറച്ചും കൂടെ കൂടുതലാണ്. അതിന്റെ അർത്ഥം അപ്പോഴും ബയേഴ്സ് തന്നെയാണ് കൺട്രോൾ, ബയേഴ്സ് തന്നെ കൺട്രോളിൽ നിൽക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ എന്നാലും ക്യാൻഡിൽ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് തന്നെ പോകുന്നു. പക്ഷെ ഈ താഴത്തെ റിവേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹയർ ഹൈസും ഹയർ ലോസും അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇവിടെ ലോവർ ഹൈസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം മാർക്കറ്റ് താഴോട്ടുള്ള ഡൗൺ ട്രെൻഡിലാണ് പോകുന്നത്. അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. ലോവർ ട്രെൻഡിലേക്ക് പോകുന്ന ഈ ഒരു ട്രെൻഡിൽ പോകുന്ന ക്യാൻഡലിന്റെ ഏറ്റവും താഴെ എത്തിയപ്പം ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷൻ എത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഇവിടെ ബെയറിഷ് ഡോജി ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാൻ നോക്കിയിട്ടും ബയേഴ്സ് അത് സമ്മതിക്കുന്നില്ല. ബയേഴ്സ് അവിടെയും അതിനെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ബയേഴ്സ് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പം ഈ മാർക്കറ്റ് ക്യാൻഡിൽ എൻഡ് ചെയ്യുന്നത് ഇതിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സൽ ചെയ്ത് മേളിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ എപ്പോഴും ഇത് തന്നെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്പർ 1 പോയിന്റ് അല്ലെങ്കിൽ ഇതിലെടുക്കേണ്ട നമ്പർ 1 നിങ്ങളുടെ റൂൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അടുത്തതുണ്ടാവുന്നത് ഏത് ക്യാൻഡിലാണ് അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ഡോജി ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് നല്ല ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ല, ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പൊ ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസിനെയും പൊട്ടിച്ച് മേളിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് കയറാം. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വലിയൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് താഴത്ത് നിങ്ങൾ കാണാം അപ് ട്രെൻഡിലുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് നന്നായി താഴേക്ക് പോകാൻ സമയത്തും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളോട് വരച്ചിട്ടുണ്ട്. അത്യാവശ്യം ട്രെൻഡ് ലൈനിന് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോസിനകത്ത് ട്രെൻഡ് ലൈനിനെ അത്യാവശ്യം നല്ല റെസ്പെക്ട് ചെയ്ത് പോകുന്ന ഒരു ഗ്രാഫാണിത്. രണ്ട് സ്ഥലത്ത് തൊടുന്നുണ്ട്. ആ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഈ പറയുന്ന ഡോജി ക്യാൻഡലിന്റെ ഈ ഒരു പ്രത്യേകിച്ച് മേളിലത്തെ ഒരു പൊസിഷൻ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഇവിടെ നിന്ന് തിരിച്ച് മേളിലേക്ക് കയറാനുള്ള ഒരു ശ്രമവും അവിടെ നിന്ന് അത് വീണ്ടും തിരിച്ച് ബുള്ളിഷ് ആയിട്ട് തന്നെ പോകാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ ഡോജിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ റെസിസ്റ്റൻസ് എത്തുന്ന ഒരു സ്പോട്ടിൽ നിങ്ങൾ സെൽ സിഗ്നൽ എടുക്കുക, സപ്പോർട്ട് എത്തുന്ന സ്ഥലത്ത് നിങ്ങൾ ബൈ സിഗ്നൽ എടുക്കുക. അതുപോലെ തന്നെ അടുത്ത ക്യാൻഡിൽ, ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ കൃത്യമായ അടുത്ത ക്യാൻഡിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ. അല്ലാതെ ഡോജി ഫോം ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ അത് ബെയറിഷ് ആണ് അതുകൊണ്ട് ഞാൻ ബുള്ളിഷിൽ കയറാം, അല്ലെങ്കിൽ ബുള്ളിഷ് ആണ് ഞാൻ ബെയറിഷ്, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ക്യാൻഡിൽ നോക്കുക, ഉറപ്പിക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അവിടെ നിന്ന്. അടുത്ത ഹാമർ പാറ്റേൺ എന്താന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹാമർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ അപ്പർ വിക്കിന്റെ ഏരിയയിൽ തന്നെ നിങ്ങൾ ലോവർ വിക്ക് ഫോം ചെയ്തു. അത് കഴിഞ്ഞ് സെല്ലേഴ്സ് സെല്ല് ചെയ്യാൻ നോക്കി, പക്ഷെ ബയേഴ്സ് സെല്ല് ചെയ്യാൻ സമ്മതിക്കാതെ മേളിൽ തന്നെ കയറി നിൽക്കുന്നു. അപ്പം ഇത് 2 രീതിയിൽ നടക്കാം. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദ ഡേ, ഈ എൻഡ് ഓഫ് ദ ആ ടൈം പീരീഡ് 1 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ് ആണെങ്കിലും എൻഡ് ഓഫ് ദ ടൈം പീരീഡിൽ ഇത് അവസാനം ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പച്ചയിൽ തീരും, ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ അത് റെഡിൽ തീരും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വിക്ക് കുറച്ച് മേളിലേക്കായിട്ട് നിൽക്കാം എന്നുള്ള രീതിയിൽ കാണാം. അതുപോലെ തന്നെ വിക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണാം. തിരിച്ച് ഇൻവേർട്ടഡ് ഹാമർ എന്നുള്ള രീതിയിൽ, അത് ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇൻവേർട്ടഡ് ഹാമർ രീതിയിൽ നിങ്ങൾക്ക് താഴോട്ട് ഇതുപോലെ കാണുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ബയേഴ്സ് വാങ്ങിക്കാൻ നോക്കി, പക്ഷെ അത് സെല്ലേഴ്സ് താഴെ തന്നെ നിർത്തി. അതിന്റെ വിക്ക് മാത്രമേ മേളിലുള്ളൂ, താഴെ തന്നെയാണ് അതിന്റെ മെയിൻ ബോഡി നിൽക്കുന്നത്. ബോഡിയാണ് ആക്ച്വലി ശരിക്കുമുള്ള ബൈയും സെല്ലിന്റെ ഒരു ഇത് കാണിക്കുന്നത്. ബാക്കി വിക്ക് എന്ന് പറയുന്നത് അത് എക്സ്ട്രാപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടത് ബോഡി മാത്രമാണ്. അത് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇത് ഞാൻ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നിട്ട് ഡൗൺ ട്രെൻഡ് എത്തിയിട്ട് മേളിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ഒരു സ്ഥലത്ത് ഒരു ഹാമർ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ആ ഹാമർ പാറ്റേൺ ഒരു
റെഡ് കളറിലാണ് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രീൻ കളറിലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രീൻ കളർ, ആ റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ്. ആ ഗ്രീൻ കളറിൽ ഫോം ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് അവിടെ നിന്ന് തന്നെ ബൈ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ സെല്ലേഴ്സിനെ അധികം താഴേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ബയേഴ്സ് തന്നെയാണ് മാർക്കറ്റിന്റെ അപ്പോഴും കൺട്രോളിൽ നിൽക്കുന്നത്. അപ്പൊ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു, താഴെ എത്തുന്നു, ഹാമർ പാറ്റേൺ ഫോം ചെയ്യുന്നു, അത് ബുള്ളിഷ് ട്രെൻഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത ക്യാൻഡിൽ നോക്കുമ്പോഴും അതും ഒരു ബുള്ളിഷ് പാറ്റേൺ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ തിരിച്ച് മേളിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പാറ്റേൺസ് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് പാറ്റേൺസ് റിപ്പീറ്റീവായി നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പാറ്റേൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്ച്വലി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യൽ തന്നെ ആയിരിക്കും. അടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് മേളിലേക്ക് പോകുന്നുണ്ട്. ഈ മേളിലേക്ക് പോകുന്ന പാറ്റേണിൽ ഇവിടെ ഹാങ്ങിങ് മാൻ എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ബയേഴ്സ് ഒരുപാട് വാങ്ങിക്കാൻ നോക്കുന്നു, സെല്ലേഴ്സ് അതിനെ വിൽക്കാൻ നോക്കുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി മേലിൽ തന്നെ ആണെങ്കിലും സെല്ലേഴ്സ് തന്നെയാണ് ജയിക്കുന്നത്. കാരണം അവസാനം നിൽക്കുന്നത് റെഡിലാണ്. ഞാൻ റെഡിൽ വരച്ചിരിക്കുന്ന ആ പോർഷൻ റെഡിലാണ് അവസാനം നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് നല്ലൊരു ഫോൾ വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടിട്ട് ഈ റെസിസ്റ്റൻസിന്റെ പോർഷൻ ഇതാണ് നിങ്ങളുടെ റെസിസ്റ്റൻസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് പോർഷനിൽ നിന്ന് താഴേക്ക് അത്യാവശ്യം നിങ്ങളുടെ ഒരു ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെയും നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റും. അപ്പം ഹാമറും ഹാങ്ങിങ് മാനും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ബേസിക്കലി ഒരു ടഗ് ഓഫ് വാർ ആണ്, വടംവലി പോലെ തന്നെയാണ്. സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള ഒരു വടംവലി നടക്കുന്നു. സെല്ലേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നു. ബയേഴ്സ് ജയിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെല്ലേഴ്സ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. ബയേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നു. രാത്രി 12 മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും, ക്ഷമിക്കുക. അടുത്തത് ഈ ഇൻവേർട്ടഡ് ഹാമർ ആണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും സെല്ലേഴ്സ് തന്നെയാണ് കൺട്രോൾ എന്നുള്ളത് മനസ്സിലാക്കുക. താഴേക്ക് വരുന്നു, അവിടുന്ന് സെല്ലേഴ്സ് കൺട്രോൾ ആവുന്നു, ഇൻവേർട്ടഡ് ഹാമർ തിരിച്ച് ബുള്ളിഷ് ആയിട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ അടുത്ത ക്യാൻഡിൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും റൂൾ തന്നെ ആയിരിക്കും. നിങ്ങൾ അടുത്ത പാറ്റേൺ എന്താന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ കയറാൻ പാടുള്ളൂ. അടുത്ത നമ്മൾ നോക്കി കഴിയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തതെന്ന് പറയുന്നത് ഹാമർ സ്ട്രാറ്റജിയാണ്. ഇത് നിങ്ങൾ എപ്പോഴും കൺഫർമേഷൻ വെച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. SLന്റെ താഴെ തന്നെ വിക്ക് നിൽക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോപ്പ് ലോസ് എപ്പോഴും നിങ്ങൾ വരയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് എപ്പോഴും റെസ്പെക്ട് ചെയ്യുക. അത് അവിടെ എത്തുമ്പോൾ തന്നെ എടുക്കാൻ നോക്കുക. ഏറ്റവും നല്ലത് സപ്പോർട്ട് സോണുകളിലായിരിക്കും ഇത് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ളത് ഹാമർ സ്റ്റാർട്ടിങ്. ഷൂട്ടിംഗ് സ്റ്റാറും വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഷൂട്ടിംഗ് സ്റ്റാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സെല്ലേഴ്സ് നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്ത് മേളിലേക്ക് പോകാൻ നോക്കുമ്പോഴും അത് ബയേഴ്സ് കയറാൻ നോക്കുമ്പോഴും സെല്ലേഴ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല രീതിയിൽ ഒരു മേളിലേക്ക് ഈ പറഞ്ഞ വിക്ക് കാണുന്നുണ്ടെങ്കിലും അവിടെ അപ്പോഴും ഈ പറഞ്ഞ പോലെ സെല്ലേഴ്സ് തന്നെയാണ് കൺട്രോൾ. അവസാനം നിൽക്കുമ്പോഴും ബോഡി നിൽക്കുന്നത് ഏറ്റവും താഴെ തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. ഇത് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, വാൽനക്ഷത്രം പോകുന്നു, അതിന്റെ അറ്റത്തൊരു വര കാണുന്നു. ഇത് തന്നെയാണ് ഈ വരയായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പം ഇത് ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് വീണ്ടും പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ SL ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ച്വലി താഴേക്ക് നിങ്ങൾക്ക് TP എടുക്കാൻ പറ്റും. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ പാറ്റേൺസിന്റെ പല രീതികളും നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നിങ്ങളെ ചാർട്ടുകൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ആദ്യം എടുക്കുന്ന സാധനങ്ങളൊന്നും അധികം എടുക്കാതിരിക്കുക, അതിൻ്റെ അകത്തുള്ള ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക മാർക്കറ്റ് അവിടെ നിന്ന് എങ്ങനെ പോകും എന്നുള്ളത് നിങ്ങൾ ഒരു ചെറിയ ധാരണ വെക്കുക. എന്നിട്ട് നോക്കുക മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത്. എന്നിട്ട് അത് 2-3 കൺഫർമേഷൻ ആയതിനു ശേഷം പിന്നെ അതിനകത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എൻഗൾഫിംഗ് പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻഗൾഫിംഗ് വളരെ സിമ്പിൾ ആണ്. എൻഗൾഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക അല്ലെങ്കിൽ അതിനകത്ത് കഴിക്കുക എന്നുള്ളത്. അപ്പൊ എൻഗൾഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു സാധനമാണെങ്കിൽ ഇതിനെ വിഴുങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും വലുതായിരിക്കണം. സിമ്പിൾ ആണ്, ഇത്രേ കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ വരുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇത്രയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ക്യാൻഡിൽ സ്റ്റിക്ക് അതിനേക്കാളും വലുതാണെങ്കിൽ അവനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇങ്ങനെ വരുന്നു, അതിനെ പെട്ടെന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് നിൽക്കുന്നു എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകാനുള്ള ഒരു ശ്രമമാണ്. ബേസിക് ഇത്രയേ ഉള്ളൂ. ബയറും സെല്ലറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ വടംവലി കളിച്ചാൽ ആര് ജയിക്കും എന്നുള്ളത് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അപ്പം വടംവലിയിൽ ആരാണോ ജയിക്കുന്നത് മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് പോകും. ബയേഴ്സ് ആണ് കൂടുതൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേളിലേക്ക് പോകും. സെല്ലേഴ്സ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ താഴേക്ക് പോകും. ഈ ഒരു വടംവലി എങ്ങനെയാണെന്നുള്ളത് ഈ പാറ്റേൺസ് വെച്ച് കാണാൻ വേണ്ടിയാണ് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ ബുള്ളിഷ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ വന്ന് എൻഗൾഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മേളിലും പോകാനുള്ള സാധ്യതയാണ്. അപ്പൊ നിങ്ങളുടെ TP ഈ പറഞ്ഞ വരയുടെ അണ്ടറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ്
മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ SL ഇതിന്റെ തൊട്ട് താഴേക്ക് എവിടെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ TP നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ടേക്ക് പ്രോഫിറ്റ് 1 2 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ സിമിലർ തന്നെയാണ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് താഴേക്ക് നിങ്ങളുടെ SLs ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സിമ്പിൾ ആണ് ഈ ഒരു കാര്യം. നിങ്ങൾ സിമ്പിളാന്ന് പറയുന്നെങ്കിലും ഇതിനെ മനസ്സിലാക്കാനുള്ള ആ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അവസാനത്തത് ഈ പറഞ്ഞ പോലെ കൺഫർമേഷൻ തന്നെ, എപ്പോഴും കൺഫേം ചെയ്ത് തന്നെ ട്രേഡ് എടുക്കുക. വോളിയം EM ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുക. സൈഡ് വൈസ് മാർക്കറ്റിൽ ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്. റെസിസ്റ്റൻസിലും സപ്പോർട്ട് ലെവലുകളിലും മാത്രം ഇത് കാണുക. റെസിസ്റ്റൻസ് ലെവലിൽ എത്തുന്നു, നിങ്ങൾ ഈ പറയുന്ന സാധനം കാണുന്നു, അത് കൂടുതലും ബെയറിഷ് ആയിട്ടുള്ള ഇതിലാണ് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റ് താഴേക്ക് പോകും. അവിടെ നിന്നും വീണ്ടും സപ്പോർട്ടിലേക്ക് എത്തിയതിനു ശേഷം തിരിച്ച് ഈ പാറ്റേൺ കാണിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് മേളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം എവിടെയാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ളതെന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പറ്റുന്നതെല്ലാം ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആയിട്ടൊരു അവസരം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൂടെ നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ഞാൻ 2-3 ദിവസം കൊണ്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് ഏകദേശം ഒരു 10-27 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കുക, ഞാനൊരു ഡോക്ടറും കൂടിയാണ്. എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതിനിടയിലാണ് ഈ പറയുന്ന കാര്യം ഞാൻ ചെയ്യുന്നത്. അപ്പം കൂടെ തന്നെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്